നമസ്തേ, വെൽക്കം ടു അവർ ചാനൽ. അപ്പം ഇന്ന് ഞാനൊരു ഈവനിങ് വ്ലോഗാണ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഇപ്പോൾ ഈ സമയം 4 o'clock ആകുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ചായ വെക്കണം. സാധാരണ ഞങ്ങളുടെ റൂട്ടീൻ അനുസരിച്ച് ഇത് ഇച്ചിരി നേരത്തെയാണ്, കാരണം ഞങ്ങൾക്കൊരു ഹൗസ് വാമിങ് പാർട്ടി ഉണ്ട്. അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ടാണ്. ഒഫീഷ്യലി ഹൗസ് വാമിങ് ഓൾറെഡി ഇന്നലെ കഴിഞ്ഞു. അപ്പം ഇന്നാണ് അതിൻ്റെ പാർട്ടി വെച്ചേക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ഒരു 5-5:30 ഒക്കെ ആകുമ്പോൾ ഇറങ്ങണം. അപ്പം അതിന് മുമ്പ് ചായ വെക്കാലോ എന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് അവിടെ വെച്ചു. അപ്പം ഇതാ ഞാനിപ്പം കട്ടൻ ചായ ഉണ്ടാക്കാൻ പോവാണ്. അമ്മയ്ക്കും അച്ഛനും കട്ടൻ ചായയാണ് വേണ്ടത്. എനിക്ക് കോഫിയാണ്, ഞാൻ കട്ടൻ ചായ കുടിക്കുന്നില്ല. കട്ടൻ ചായ കുടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ദച്ചു എണീക്കുമ്പം പാല് വേണമെന്ന് പറയുവാണെങ്കിൽ മാത്രം ഉണ്ടാക്കാം, അല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ ചിലപ്പോൾ അവൾ വേസ്റ്റ് ചെയ്യും. ഇതിന് തിളയ്ക്കുന്ന വരെയുള്ള സമയമുണ്ട്. അപ്പോൾ ഇതേ കട്ടൻ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് കട്ടൻ ചായ. ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ കോഫി ഉണ്ടാക്കണം. ഇതവിടെ കൊണ്ട് വെച്ചിട്ട് വേണം എനിക്ക് കോഫി ഉണ്ടാക്കാൻ. അപ്പോൾ ഇതാ ഞാൻ പാലെടുക്കാൻ പോവാണ്. ഈസി പണിക്ക് വേണ്ടി ഞാനിത് ഓവനിലാണ് ചൂടാക്കാൻ പോകുന്നത്. സാധാരണ തിളപ്പിച്ചൊക്കെ എടുക്കാവുന്നതാണ് കോഫി, പക്ഷേ ഈസി പണിയാണ് ഓവനിൽ വെച്ച് പാല് ചൂടാക്കിയിട്ട് അതിനകത്ത് പഞ്ചസാരയും കോഫി പൗഡറൊക്കെ ഇട്ട് ഇളക്കുന്നത്. ഇത് ഓൾറെഡി തിളപ്പിച്ച് വെച്ച പാലാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നീട് ചൂടാക്കാൻ ഓവനിൽ വെക്കുന്നത്. എനിക്ക് പാട ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അരിച്ചെടുക്കാറുള്ളൂ. പാട ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് പാല്. ഈ കപ്പ് നിറച്ചൊന്നും പാലില്ല കേട്ടോ. ഇതിലാകെ ഒരു നിറച്ചിട്ടാന്നേ ഉള്ളൂ, പക്ഷേ ഒരു 3/4 ഭാഗമൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പം ഇത് ഞാൻ ചൂടാക്കി വെക്കാൻ പോവുകയാണ്. അപ്പം അത് ചൂടായി കഴിഞ്ഞ് വരുമ്പോൾ പഞ്ചസാരയുടെ കോഫി പൗഡർ ഇടുക, കോഫി റെഡി. അപ്പം ഇതാ കോഫി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് പഞ്ചസാരയും കോഫി പൗഡറൊക്കെ ഇട്ടു. ഇനിയിപ്പം ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് പാത്രങ്ങളുണ്ട്, അത് കഴുകി വെച്ച് കഴിഞ്ഞാൽ ഇത് കുടിക്കും. അപ്പോൾ ഇതാ ഞാൻ ചായ ഉണ്ടാക്കിയ പാത്രമൊക്കെ കഴുകുവാണ്. ഇത് ചായ കുടിക്കാൻ തുടങ്ങി. ചായയല്ല, കോഫി. പരിപ്പട വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അമ്മ. അപ്പം അതൊക്കെ കഴിക്കായിരുന്നു. വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, ഞങ്ങളതാ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ മായം ചേർക്കാത്ത ലഡ്ഡുവും ജിലേബിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് നല്ല ഒറിജിനൽ. ഇത് മറ്റേ ലഡ്ഡു ഇതാണ് പണ്ട് കല്യാണ വീട്ടിലൊക്കെ ജാമ്പൂ കിട്ടും. അത് ഗോപു പറഞ്ഞാൽ ഞാൻ അവിടെ മേടിക്കുക. എനിക്ക് ഇച്ചിരി കട്ടൻ ചായ ശകലം അമ്മയ്ക്കും ഉണ്ടായത് കുറച്ചും അയ്യോ ഇനിയിപ്പോ പാർട്ടിക്കോണല്ലേ. ഞങ്ങളിത് അവിടെ ചായ കുടിക്കുന്ന സമയത്ത് ദച്ചു ദേ ഫുള്ള് കളി മൂഡിലായിരുന്നു. കുറച്ച് വാശിയുണ്ടായിരുന്നു. ഓരോ കരച്ചിലും ബഹളവും കളിപ്പാട്ടൊക്കെ എടുത്ത് എറിയലും ഒക്കെ ആയിരുന്നു. ഹായ് പറയ്, ഹായ് പറയ്, ഹായ് പറയ്.
ഇപ്പോൾ പുറത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ എന്തേ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മുടിയൊക്കെ കെട്ടാനൊക്കെ സമ്മതിച്ചു. എന്നിട്ട് അശാത്തി ഇതേ തനിയെ ചെരുപ്പൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ട് ഇരിക്കുവാണ്. അച്ചമ്മയ്ക്ക് വെയിറ്റിംഗ് ആണ്. അച്ചമ്മയാണ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞത്. അപ്പം ദേ അവൾ അച്ചമ്മയുടെ അടുത്തേക്ക് നടന്നൊക്കെ പോകുന്നുണ്ട്. വരാൻ വേണ്ടി പറയുവാണ്. അപ്പം അച്ചമ്മ വരാം എന്നൊക്കെ പറയും. വെള്ളി ശനി ഞായർ മമ്മ കൊടുക്കണോ? എന്തിനാ കൊടുക്കണ്ടേ മമ്മം? നിനക്ക് ആർക്കാ മമ്മ കൊടുക്കണ്ടേ? മീമിക്ക എന്തോ കണ്ട് പേടിച്ച് ബഹളം വെച്ച് ഓടി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എന്തോ ബട്ടർഫ്ലൈ എന്തിനെ കണ്ടിട്ടാണ്. ഓൾമോസ്റ്റ് എല്ലാത്തിനും പേടിയാണ് അവൾക്ക്. അപ്പം ദേ രണ്ടുപേരും കൂടിയിട്ട് അപ്പുറത്തെ വീട്ടിൽ കളിക്കാൻ കൊണ്ടുപോവുകയാണ് ദച്ചുവിനെ. അപ്പം ഇതാ ഞാനിങ്ങനെ പുറത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. വോയിസ് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇവിടെ ഫുള്ള് വണ്ടിയുടെ ഒച്ചയൊക്കെയാണ്. അപ്പോൾ സാധാരണ ഇത് പതിവില്ല ഇവിടെ വന്നിരിക്കലൊന്നും. പിന്നെ അമ്മയും ദച്ചും കൂടി അപ്പുറ വീട്ടിൽ പോയത് കൊണ്ട് ഞാൻ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ പിന്നെ ഇവിടെ ഇരിക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചു. നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതാ ദച്ചു കളിച്ചൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് മേല് കഴുകണം, ഡ്രസ്സ് ഇടണം, ടാറ്റ പോകണം അല്ലേ? ടാറ്റ പോകണ്ടേ? ടാറ്റ പോവുകയാണ് ഞങ്ങൾ. ടാറ്റ. ഇപ്പം ഞങ്ങൾ കുളിച്ചിട്ട് വരാം. കുളിച്ചിട്ട് വന്നിട്ട് ഞങ്ങൾ ടാറ്റ പോകും അല്ലേ? അപ്പം ഇതാ ഞങ്ങൾ മേലൊക്കെ കഴുകി ഇനി ഞങ്ങൾ റെഡിയാവാൻ പോവുകയാണ് അല്ലേ ദച്ചോ? ഞങ്ങൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഹൗസ് വാമിങ്ങിന് പോകാൻ പോവുകയാണ് അല്ലേ? ഞങ്ങൾ ശുണ്ടി കുട്ടിയായിട്ട് വരാൻ പറ്റും. അപ്പോൾ ഇതേ ഒരു ഗെറ്റ് റെഡി വിത്ത് ദച്ചു കൊടുക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒന്നും പോസിബിൾ ആയിരുന്നില്ല. അവൾ അങ്ങനെ നിന്നൊന്നും തന്നില്ല. അപ്പോൾ ഇതേ ഞാൻ ഡ്രസ്സൊക്കെ പിടിപ്പിച്ച് അവിടെ നിർത്താൻ ശ്രമിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ മൂഡ് പോയി കഴിഞ്ഞപ്പോൾ അതിനൊന്നും നിന്നില്ല. പിന്നെ ഇതേ ഡ്രസ്സ് ഇടിയിപ്പിച്ചു, ക്രീമൊക്കെ തേച്ച് കൊടുക്കുകയാണ്. മോയ്സ്ചറൈസിങ് ക്രീമാണ് ഹിമാലയയുടെ. അത് കഴിയുമ്പോൾ ഒരു യുദ്ധം തന്നെ തുടങ്ങും. മുടി കെട്ടാൻ വേണ്ടിയിട്ട് ആശാത്തിക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ ഞാൻ പിടിച്ച് നിർത്തി കെട്ടിക്കുന്നതാണ്. ഇപ്പോൾ ചീപ്പ് ഇടുമ്പോൾ ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ ചീപ്പൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് മുടിയൊക്കെ കൈ കൊണ്ട് കെട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കെട്ടിയതൊന്നും കാണിക്കുന്നില്ല. അതിനകത്ത് അവൾ ഓടിപ്പോയി. എനിക്ക് എവിടെ പോയാലും സ്പ്രേ നിർബന്ധമാണ്. അതുകൊണ്ട് അതൊക്കെ അടിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾ ഇറങ്ങി വീട്ടിൽ നിന്ന്. ഇച്ചിരി കുറച്ച് ലേറ്റായിരുന്നു ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഫോട്ടോസൊക്കെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കിട്ടിയ സമയം കൊണ്ട് എടുക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോവുകയാണ്. ദച്ചു ഇങ്ങനെ ഇരിക്കുന്നുണ്ട് സീറ്റിനകത്ത്. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മടിയിലായി. ദേ ഓൺ ദി വേ ആണ്. ഇതാണ് വീട്. നല്ല കിഡു വീടായിരുന്നു. സൂപ്പറായിരുന്നു. ഞാൻ മൊത്തം വീടൊന്നും കവർ ചെയ്ത് എടുത്തിട്ടൊന്നുമില്ല. കുറച്ച് എടുത്തിട്ടുള്ളൂ. നല്ല അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇത് 2 വീടുകളുണ്ട്. സെപ്പറേറ്റ് ആണ്. കണക്ഷനൊന്നും ഇല്ല ഇടയിൽ. പക്ഷെ ഇവരുടെ ഫാമിലി വീട് തന്നെയാണ് രണ്ടും. ദെൻ ഞങ്ങൾ വന്ന ഉടനെ ജ്യൂസൊക്കെ കുടിച്ചായിരുന്നു. കുറേ വെറൈറ്റി ജ്യൂസുകൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ വീടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഇങ്ങനെ എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ ഞാൻ നെയ് റോസ്റ്റ് എടുത്തു ദച്ചുവിന് വേണ്ടി. കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പിസയിൽ നിന്നായിരുന്നു. പിന്നെ റൈസും ചിക്കനും ബ്രെഡും കോയിൻ പൊറോട്ടയൊക്കെ എടുത്തു. നൂഡിൽസ് എടുത്തു. ഇതേ ലാസ്റ്റ് ഐസ്ക്രീമിലാണ് നിർത്തിയത്. പക്ഷെ അവിടെ കുറേ ബ്രൗണിയും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ചിക്കൻ ഫ്രൈയും പിന്നെ മോമോസും അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ എല്ലാം ഒന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ ഇതാ ഞങ്ങൾ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞ് വീടെത്തി. ഇപ്പോൾ രാത്രി 10 മണി കഴിഞ്ഞു തോന്നുന്നു. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര ലേറ്റായത്. അപ്പോൾ ഇനിയിപ്പോൾ ഫ്രഷായിട്ട് കിടന്നുറങ്ങുക.
അത് മാത്രമേ ഉള്ള പണി. അപ്പം അടുത്ത വീഡിയോയ്ക്ക് കാണുന്നത് വരെ ബൈ ബൈ.